ആത്മതത്വത്തിനൊരിക്കലും നാശമുണ്ടാവില്ല. നമ്മുടെ ദേഹത്തിനാണ് എപ്പോഴും നാശം സംഭവിക്കുന്നത്. അത് ഭഗവത്ഗീത പറയുന്നത്, ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണശോഭ നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് ദൗവണ്ണം പൂർണ്ണശോഭ നവദേഹങ്ങൾ തേടുന്നു. ഈ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് നമ്മിലെ ആത്മതത്വം. പഴയ ഈ ജീർണിച്ച ദേഹം ഉപേക്ഷിച്ച് പുതിയ ദേഹപ്രാപ്തി നേടുന്നത്. ഇതാണ് ശ്രദ്ധയിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ആത്മതത്വത്തിന് ഒരിക്കലും നാശമുണ്ടാവില്ല. അത് നിത്യനാണ്, നിരാമയനാണ്, അവ്യയനാണ്, അനാമയനാണ്. അങ്ങനെയുള്ള ആത്മതത്വത്തെ അറിഞ്ഞ് ജീവിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്.